എന്നാലും ഈ മണ്ടൻ പാമ്പ് വന്ന് പെട്ടത് എവിടെയാണെന്നറിയോ? സോളജി ലാബിന്റെ മുന്നേ കിടന്ന് വെറുതെ കളിക്കാണ്. ആളെ പീസാക്കി കുപ്പിയിലാക്കുന്ന ആൾക്കറിയില്ലല്ലോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ബേസ്മെന്റിലാണ്. അവിടെയാണ് അവരുടെ ലാബ് നിൽക്കുന്നത്. ലാബിന്റെ മുന്നിൽ തന്നെ ഒരാൾ വന്ന് പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. നമ്മുടെ നൈറ്റിൽ ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ഫോൺ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഡോർ തുറക്കുമ്പോഴത്തേക്കും ആളിങ്ങനെ പൊങ്ങി നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച് പോയി. എന്താണെന്ന് മനസ്സിലായില്ല. ആളിവിടെ ഈ ചവിട്ടിക്കിടയിൽ നിന്ന് നേരെ പൊങ്ങി നല്ലൊരു ഡിഫൻസ് പൊസിഷനിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ച് പോയി. പിന്നെ അപ്പം തന്നെ നമ്മൾ ഡോർ അടച്ചിട്ട് ചേട്ടൻ വിളിക്കുമായിരുന്നു ചെയ്തത്. ആളൊരു കുഞ്ഞിന് അതിഥിയാണ്. നമ്മളെ കണ്ടപ്പോൾ ചെറുങ്ങനെ അഭ്യാസമൊക്കെ കാണിച്ച് നമ്മളെ പേടിപ്പിക്കാനുള്ള പരിപാടി. ആ വിളവൊന്നും ഇവിടെ നടക്കൂല എന്ന് ഓനക്കറിയില്ലല്ലോ. ആളെ നൃത്തം കഴിഞ്ഞാൽ ആർക്കായാലും പേടി തോന്നും. അങ്ങനെയാണ് അവരും പേടിച്ചത്. വരുന്ന വഴിയിൽ ഏതൊരു മൂർഖനെ കണ്ടിട്ടുണ്ടാവും. അതാണ് ആ മൂർഖന്റെ സ്വഭാവം കാണിക്കുന്നത്. എന്നാൽ മൂർഖന്റെ മാതിരി ഒന്നല്ല കേട്ടോ. മൂർഖന് വിഷം ഉണ്ടെങ്കിലും ഇതൊരു കാട്ടുപാമ്പാണ്. കാട്ടുപാമ്പിന് വിഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളൊരു പാവത്താനാണ്. ഏതായാലും ആളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ അവിടുന്ന് ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. എന്നിപ്പോൾ കിട്ടിയ പോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ ഇവിടെ നിന്നൊരു മൂർഖനെ കിട്ടിയായിരുന്നു ഈ മൂലിക്കുന്ന തന്നെ. അപ്പോൾ ട്രിങ്കുമോന് മൂർഖന്റെ സ്വഭാവം കണ്ട് പഠിച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അതിനെ ഞാൻ തമാശ പറഞ്ഞതല്ല. ആള് ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ മൂർഖൻ ചേട്ടൻ. Oh,